ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. പത്രമാറ്റ് സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് എനിക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ എപ്പിസോഡ്സും കറക്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആദർശം നയനയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. അപ്പം നയന പറയുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് പോലെ ചില അവരുടെ വാശിക്കെടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാവാം. മുത്തശ്ശൻ പറഞ്ഞു, ആദർശേട്ടന് ഇപ്പോൾ ശനിദോഷമുണ്ടെന്ന്. മാർച്ചിൽ ശനി മാറും. അതിന് 3 മാസം മുന്നേ അതിൻ്റെ ഫലങ്ങൾ കാണിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടാകാം ഇപ്പോൾ ഈ മല ചവിട്ടേണ്ടി വരുന്നത്. നമുക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആദർശേട്ടാ. വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചിട്ടൊന്നുമില്ല. അതുമാത്രമാണ് നമുക്കിടയിലുള്ള നേരിയ സങ്കടം. എന്നാൽ നവ്യേച്ചി ഭയങ്കര വിഷമത്തിലാണ്. അതുപോലെയാ അഭി ഇപ്പോൾ സ്വഭാവം മാറ്റിയിരിക്കുന്നത്. അവൻ ചേച്ചിയോട് അമിത സ്നേഹം കാണിച്ചിരുന്ന രാത്രിയാണ് ആദർശേട്ടൻ്റെ അമ്മ പാല് കുടിച്ച് ഹോസ്പിറ്റലിലായത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. അപ്പം ആദർശ് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം നയന പറയുകയാണേ, അമ്മ എടുത്ത് കുടിച്ച പാല് നവ്യേച്ചിക്ക് കാച്ചി വെച്ചിരുന്നതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അത് അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി കുടിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് കുട്ടി നഷ്ടപ്പെട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നില്ലേ? അതായത് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അഭി ചേച്ചിയെ സ്നേഹിച്ചതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പിന്നെ ഈ മാല ഇട്ടുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അപ്പം ആദർശ് പറഞ്ഞു, അവൻ ചെയ്യും, അതിനല്ല അതിനപ്പുറവും. അവനെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വ്രതമെടുത്തത്, ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ടാണ് വ്രതമെടുത്തത്. ഭക്തിയൊന്നുമില്ലാത്ത മനസ്സാണ് അവൻ്റേത്. അപ്പം നയന പറഞ്ഞു, എന്തായാലും ഇക്കാര്യത്തിൽ അഭിയെയും അവൻ്റെ അമ്മയെയും അതുപോലെ തന്നെ അനാമികയെയും അവളുടെ അമ്മയെയും സംശയിച്ചേ പറ്റൂ ആദർശേട്ടാ. ഞാൻ എന്നാൽ മുത്തശ്ശനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നയന അവിടെ നിന്നും പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ആദർശിനെയും അഭിയെയുമാണ് കേട്ടോ. അപ്പം അഭി ആദർശിനോടായിട്ട് പറയുകയാണ്, ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഏട്ടത്തി ചെയ്ത തെറ്റ് മറ്റുള്ളവർ ഏറ്റെടുക്കണോ? അപ്പം ആദർശ് പറഞ്ഞു, അന്ന് നീ കാണിച്ച സ്നേഹം നവ്യയോട് ഇപ്പം നീ കാണിക്കുന്നില്ലല്ലോ, നീ അവളെയും കൊണ്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അഭി പറയുകയാണ്, അതും ഇതുമായിട്ട് എന്താ ഏട്ടാ ബന്ധം? ആദർശ് പറഞ്ഞു, എടാ അന്ന് ആ പാല് അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ അത് നവ്യ കുടിച്ചേനെ. അപ്പം അഭി പറയുകയാണ്, ഓ അതേപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അന്നത് നവ്യ കുടിച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുഞ്ഞിപ്പോൾ പോയേനെ, നവ്യ ഇപ്പോൾ ഹോസ്പിറ്റലിലായേനെ. അപ്പം ആദർശ് പറയുകയാണ്, അതെ, അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് നീ നവ്യയെ സ്നേഹിച്ചത്. നീ അവളെ പുറത്തു കൊണ്ടുപോയതും വീട്ടിൽ കൊണ്ടുപോയതും സിനിമയ്ക്ക് കൊണ്ടുപോയതും ചുറ്റിയടിച്ചതും എല്ലാം ഈ ദുരന്തം കണ്ടിട്ട് തന്നെയാ. അപ്പം അഭി പറയുകയാണ്, ഓ ഇതൊക്കെ ഏട്ടനോട് പറയുന്നത് ആ തെറ്റ് ചെയ്തവർ തന്നെയാ. അവരുടെ മേൽ എല്ലാവരും വിരൽ ചൂണ്ടിയപ്പോൾ അതവർ മറ്റുള്ളവരുടെ നേർക്ക് തിരിച്ചു വിടുകയാണ്. ആദർശ് പറഞ്ഞു, നയന ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പം അഭി പറയുകയാണ്, പിന്നെ ഞാനാണോ അത് ചെയ്തത്? അല്ലാതെ പിന്നെ എൻ്റെ അമ്മയാണോ ചെയ്തത്? അപ്പം ആദർശ് പറഞ്ഞു, നീയും നിന്റെ അമ്മയും പിന്നെ ഇപ്പം കയറി വന്ന മരുമോളും അവളുടെ അമ്മയും ഒക്കെയാണ് ഇത്തരം വഴികൾ സ്വീകരിക്കുന്നത്, സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അഭി പറയുകയാണ്, ഏട്ടാ നമ്മളൊക്കെ മാല ഇട്ടേക്കാണ്, നാളെ മല ചവിട്ടേണ്ടതാണ്, അപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പം ആദർശ് പറയുകയാണ്, അതെ അത് തന്നെയാണ് എനിക്കും പറയേണ്ടത്. ഇതിനു മുമ്പും നീ പലവട്ടം മാല ഇട്ടിട്ട് വ്രതം തെറ്റിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അഭി ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം ആദർശ് പറയാണ്, ഇല്ല നിനക്ക് പറയാൻ പറ്റില്ല, നിന്നെ ഞാൻ പലപ്പോഴും കൈയോടെ പിടിച്ചിട്ടുണ്ട്. മാലയിട്ടവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ നീ ചെയ്തിട്ടുമുണ്ട്. ഇപ്പം തന്നെ 41 ദിവസം വ്രതമെടുക്കുന്നത് മുത്തശ്ശനെയും ഞങ്ങളെയും ഒക്കെ പേടിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ നിനക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അപ്പം അഭി പറയുകയാണ്, ഏട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും, പക്ഷേ എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലിലാക്കിയത് ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. അപ്പം ആദർശ് പറയുകയാണ്, എടാ നയന സത്യമുള്ളവളാണ്, അതുകൊണ്ട് ഒരുപാട് കാലം അവളെ പ്രതിയാക്കി എല്ലാവരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ മലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നത്, അതുകൊണ്ട് ദൈവം തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിരിക്കും എന്ന് പറഞ്ഞ് ആദർശ് പോവുകയാണ് കേട്ടോ. എന്നിട്ടും അഭിയുടെ മുഖത്ത് ഭയങ്കര ഒരു പുച്ഛഭാവമാണ്, ഇതൊന്നും എന്നെ ഏൽക്കില്ല എന്നൊരു മട്ടിൽ തന്നെയാണ് അഭി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ജാനകിയും ജലജയും ഹോസ്പിറ്റലിൽ ICUവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നഴ്സ് വന്ന് ഒരു തുണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതേ ഈ മരുന്നെല്ലാം മേടിക്കണം. അപ്പോൾ ജാനകി അത് മേടിച്ചിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്ന് പറയുന്നു.
ജാനകി അങ്ങനെ പോയപ്പോഴേക്കും ജലജയുടെ ഫോണിലേക്ക് അഭി വിളിക്കുകയാണ് കേട്ടോ. അപ്പം ഫോൺ എടുത്തിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നു. അപ്പം അഭി പറയുകയാണ്, ഏട്ടൻ എൻ്റെ അടുത്തൊന്ന് തട്ടി കയറിയിട്ട് പോയി. അമ്മായി ഹോസ്പിറ്റലായതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത് കേട്ട് ജലജ ഞെട്ടി, എന്ന് വെച്ചാൽ എന്ന് ചോദിച്ചു. അപ്പം അഭി പറയുകയാണ്, അന്നത്തെ ദിവസം ഞാൻ നവ്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ അമ്മേ, അത് ഈ ദുരന്തം മുന്നിൽ കണ്ടിട്ടാണെന്നാ ഏട്ടൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുടിക്കേണ്ട പാലല്ലേ എടുത്ത് അമ്മായി കുടിച്ചത്, അതുകൊണ്ടാണ് നമ്മളെ ഇപ്പം അവരെല്ലാം സംശയിക്കുന്നത്. അപ്പൊ ജലജ പറയുകയാണെ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവളായിരിക്കും, അവന്റെ ഭാര്യ. അപ്പൊ അഭി പറഞ്ഞു, അതെ, എന്തായാലും നമ്മളിലേക്ക് കൂടുതൽ സംശയം വരികയാണെങ്കിൽ യഥാർത്ഥ പ്രതിയെ ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. അപ്പൊ ജലജ പറയുകയാണെ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവൾമാരെ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക, പോയി പണി നോക്കാൻ പറ എല്ലാത്തിനോടും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ് കേട്ടോ. നയന മുത്തശ്ശന് മരുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ നയനയോട് പറഞ്ഞു, അവൻ പറഞ്ഞത് ശരിയാ മോളെ, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് മോൾ അവിടെ കിടക്കുന്നത് തന്നെയാ നല്ലത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, പിന്നെ അശുദ്ധിയുള്ള സമയത്ത് മാറിക്കിടന്നാൽ മതി മോളെ. മോളെ വിവാഹം കഴിക്കുന്നത് വരെ ആദർശ് പല ദിവസങ്ങളിലും ഒറ്റയ്ക്കായിരുന്നില്ലേ കിടന്നിരുന്നത്. ഞാനോ ജയനോ ദേവയാനിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മോന് കൂട്ടുകിടക്കുമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, തണുപ്പ് സമയത്ത് അവന് ശ്വാസമുട്ടൽ ഉണ്ടാകുമായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തുണ ആവശ്യമാണ്. ഇപ്പം മോൾക്കാണ് അത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ മുത്തശ്ശി അത് ഏറ്റുപിടിച്ചു. മോൾക്ക് അത്രയ്ക്ക് തളർച്ചയുണ്ട് മോളെ. അപ്പൊ നയന പറഞ്ഞു, ചെറിയൊരു ക്ഷീണമുണ്ട്, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോൾ, ഇത്രയൊക്കെ ചെയ്തിട്ടും അതൊന്നും മോളുടെ അമ്മായിയമ്മയോട് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. അപ്പൊ നയന പറഞ്ഞു, അത് പറയണ്ട, പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രഷർ കൂടത്തേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ആൺകുട്ടികളുടെ വിവാഹ സമയത്ത് അവരുടെ അമ്മമാര് പ്രാർത്ഥിക്കുന്നത് അവരുടെ മക്കളെ നന്നായി നോക്കുന്ന ഭാര്യമാരെ കിട്ടണമെന്നാണ്. ദേവയാനിയും ആദർശിന്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെ അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നതും വഴിപാട് നടത്തിയിട്ടുള്ളതുമെല്ലാം. ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ വന്ന മരുമോളെ അവൾ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ തന്നെ ലോ പ്രഷറുകാരിയാണ്, പക്ഷേ മോളടുത്തെത്തുമ്പോൾ ഹൈ പ്രഷറാണ് ദേവയാനിക്ക്. അപ്പം നയന പറഞ്ഞു, സാരമില്ല മുത്തശ്ശ, ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, അതുപോലെ എന്നെങ്കിലും അമ്മയും എന്നെ തിരിച്ചറിയും എന്ന് പറഞ്ഞ് നയന അങ്ങ് പോയി കേട്ടോ. അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയോടായി പറയുകയാണ്, മോള് പറഞ്ഞതുപോലെ അമ്മായിയമ്മ മരുമോളെ എന്ന് തിരിച്ചറിയും, അന്നേ ദേവയാനിയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകൂ. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിലിരുന്ന്. അപ്പോഴേക്ക് നയന വന്ന് റൂമിലേക്ക് കയറി. അപ്പം ഇത് നമ്മളുടെ അഭി ഒളിഞ്ഞു നിന്ന് നോക്കുവാണ് കേട്ടോ. അപ്പം നയന റൂമിൽ കയറി ഡോർ അടച്ചു. അപ്പം അഭി ഇങ്ങനെ മനസ്സിൽ പറയുകയാണേ, അത് ശരി, അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്ത് വ്രതം തെറ്റിച്ച് ആദർശേട്ടൻ നയനേട്ടത്തിയെ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണല്ലേ. എന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. പിന്നെ ആദർശ് നയനയോടായിട്ട് ചോദിക്കുകയാണേ, മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചോ ഈ റൂമിൽ കിടക്കാനായിട്ട്? അപ്പൊ നയന പറഞ്ഞു, അതുകൊണ്ടല്ലേ വന്നത്, എന്ന് വെച്ച് ഞാൻ ബെഡിലൊന്നും കിടക്കില്ല, താഴെ കിടക്കും. അപ്പൊ ആദർശ് ചോദിച്ചു, വാശിയാണോ? അപ്പം നയന പറയുകയാണ്, ഇക്കാര്യത്തിൽ വാശി തന്നെയാ. ആദർശ് പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇവിടെ എനിക്ക് ആ പ്രസൻസ് ഒന്ന് വേണമെന്നേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ എണീക്കുമ്പോൾ എനിക്ക് കാണാമല്ലോ. എന്നിട്ട് നയന ചിരിച്ചുകൊണ്ട് പോയി ബെഡ് എടുത്ത് താഴെ വിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദർശ് പറയുകയാണ്, അതെ, താഴെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം നയന പറഞ്ഞു, സാരമില്ല, നിനക്കെന്താ ഉറക്കം വരുന്നുണ്ടോ എന്ന് വീണ്ടും ആദർശ് ചോദിക്കുവാണേ. അപ്പൊ നയന പറഞ്ഞു, ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാം. നീ ആ ഡോക്ടർ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? നയന പറഞ്ഞു, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിച്ചു. അപ്പൊ ആദർശ് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കല്യാണത്തിന് തൊട്ടു മുന്നെയാണ് മണ്ഡലകാലം വന്നത്. അന്ന് മുത്തശ്ശനും ഉണ്ടായിരുന്നു മലയ്ക്ക് പോകാൻ കൂടെ. അന്ന് എനിക്കും ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടണമെന്ന് സ്വാമിയോട് പറഞ്ഞിരുന്നു. അപ്പൊ നയന പറയുകയാണ്, എന്നിട്ട് ഭഗവാൻ ചതിച്ചു എന്ന് ഇടയ്ക്ക് തോന്നിയിരുന്നു അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ? അപ്പൊ ആദർശ് പറഞ്ഞു, എന്തിനാ സത്യം മറച്ചു വെക്കുന്നത്, ഭഗവാനോട് പോലും ദേഷ്യം തോന്നിയിരുന്ന സമയമായിരുന്നു അത്. എന്നാൽ ഭഗവാന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിലായത് ഇപ്പോഴാ. ഇതിലും മികച്ചൊരു ഭാര്യ എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാൻ പോണില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വിഷമിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഇതുവരെ അങ്ങനെ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം ആകെയുള്ളൊരു വിഷമം നിന്നോടിപ്പോൾ അമ്മ കാണിക്കുന്ന ഒരു അവഗണനയാണ്. അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെ ആഗ്രഹിച്ച ഒരു ജീവിതം നമ്മളുടെ മുന്നിൽ ഉണ്ടാകും. അതിനു മുമ്പ് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാ.
വിവാഹം കഴിഞ്ഞതിന് ശേഷമേ 4-5 വർഷം കഴിയുമ്പോൾ കുടുംബജീവിതത്തിനോട് ഒരു മടുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മളുടെ ദാമ്പത്യത്തിന് അങ്ങനെ ഒരു തകരാറുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, നമ്മളുടെ ലൈഫ് ആദ്യം പിഴച്ചതായിരുന്നല്ലോ. അങ്ങനെ ആദ്യം പരാജയപ്പെട്ട നമ്മളുടെ ലൈഫ് ഇനി ഒരു വമ്പൻ വിജയമായിരിക്കും. സ്വാമി ശരണം എന്നും പറഞ്ഞിട്ട് ആദർശ് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അങ്ങ് കിടന്നു. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് കേട്ടോ. ജാനകി വന്നപ്പോഴത്തേക്ക് ജലജ എണീച്ചു പറഞ്ഞു, ജാനകി, അവളില്ലേ മിസ്റ്റർ ക്ലീൻ ആകാനുള്ള പരിപാടിയാണ്. ഏട്ടത്തി ഹോസ്പിറ്റലിലായതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവൾ നോക്കുന്നത്, എൻ്റെയും നിന്റെ മരുമോളുടെയും തലയിൽ. അപ്പൊ ജാനകി പറഞ്ഞു, അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, അവളാണ് ആ പാല് തിളപ്പിച്ചതെന്നുള്ള കാര്യം ഉറപ്പല്ലേ. പിന്നെ ഇനി അവൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ദേഹത്ത് വീണ ചെളി മായ്ച്ചു കളയാൻ പറ്റില്ല. അപ്പൊ വീണ്ടും ജലജയുടെ ഫോണിൽ അഭി വിളിച്ചു കേട്ടോ. അപ്പം ജലജ പറഞ്ഞു, ദാ വീണ്ടും അവൻ വിളിക്കുന്നു, നേരത്തെ അവൻ വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാവരെയും പ്രതിയാക്കാൻ വേണ്ടി അവൾ നോക്കുന്നു എന്ന്. ഇതെന്തിനാണോ എന്തോ എന്നും പറഞ്ഞ് ഫോൺ എടുത്തു കേട്ടോ. ആ പറയടാ. അപ്പൊ അഭി പറയുകയാണേ, സ്വന്തം അമ്മ ICUവിൽ കിടക്കുമ്പോൾ അവിടെ കൂട്ടിരിക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത് അയ്യപ്പ പാട്ട് കേൾക്കാനൊന്നുമല്ല, അവളുമായിട്ട് ഒന്നിച്ചൊരു മുറിയിൽ കഴിയാൻ വേണ്ടിയാ. അപ്പം ജലജ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അപ്പം അഭി പറയുകയാണ്, അതേന്നേ, ഇപ്പം അവള് ആദർശേട്ടന്റെ മുറിയിൽ കയറി കഥ പടച്ചതേ ഉള്ളൂ. ജലജ പറയുകയാണ്, നാണം കെട്ടവള്, അവനിനി വിളിച്ചാൽ തന്നെ അവള് പോകാൻ പാടുണ്ടോ? വീട്ടിലെ പെണ്ണുങ്ങളല്ലേ പരിശുദ്ധിയോട് കൂടി ഈ നേരത്ത് കഴിയേണ്ടത്. അഭി പറഞ്ഞു, ഏതായാലും അമ്മയെ ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ വിവരം ഒന്ന് ധരിപ്പിച്ചേക്ക്. അപ്പം ജലജ പറഞ്ഞു, ശരി. അപ്പം ജലജ ജാനകിയോട് പറയുകയാണ്, അവനെ വ്രതം തെറ്റിക്കാനുള്ള പരിപാടിയാണ് ആദർശ്. ഇപ്പം ദേ ഭാര്യയും ഭർത്താവും കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നതെന്ന്. അപ്പം ജാനകി ഞെട്ടിയിട്ട്, സത്യമാണോ? അപ്പം ജലജ പറയുകയാണ്, പിന്നെ ഈ പാതിരാത്രി വിളിച്ച് അഭിക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ ജാനകി? ജാനകി പറയുകയാണ്, അവളിത് എന്ത് ഭാവിച്ചിട്ടാണ്, ഈ നേരത്ത് അവളല്ലേ മാറിക്കിടക്കേണ്ടത്. അപ്പം ജലജ പറഞ്ഞു, അവൾ മാറിക്കിടന്നതുമില്ല, മാറിക്കിടക്കാൻ ഭർത്താവോട്ട് പറഞ്ഞതുമില്ല. ഇവിടെ നിന്ന് അവൻ അമ്മയ്ക്ക് കൂട്ടിരിക്കാതെ പോയത് ഭാര്യയെ കാണാനാ. ജാനകി ഇത് ഏട്ടത്തിയെ അറിയിക്കണം. അപ്പം ജാനകി പറയുകയാണ്, അതിന് ഏട്ടത്തി ICUവിലല്ലേ. ജലജ പറഞ്ഞു, ഇന്നേ റൂം ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടത്തിയെ റൂമിലോട്ട് മാറ്റാൻ പറ്റാഞ്ഞത്. ഇൻ കേസ് റൂം കിട്ടുകയാണെങ്കിൽ ഏട്ടത്തിയെ റൂമിലോട്ട് മാറ്റും. അങ്ങനെയെങ്കിൽ ചൂടാറുന്നതിന് മുന്നേ ഇത് ഏട്ടത്തിയെ അറിയിക്കണം. അപ്പൊ ജാനകി പറയുകയാണ്, ഞാൻ അവളെ ഒന്ന് വിളിച്ചാലോ? അപ്പൊ ജലജ പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, നമ്മളെ വിളിച്ചാലേ അവള് പറയും 2 മുറിയിലാണ് കിടക്കുന്നതെന്ന്. സ്വന്തം അമ്മ തന്നെ വിളിച്ച് ചോദിക്കട്ടെ. അപ്പൊ ജാനകി പറയുകയാണ്, എൻ്റെ മരുമോളെ അവളും അവളുടെ ചേച്ചിയും കൂടെയാണ് തറവാട്ടിൽ നിന്ന് ഓട്ടിച്ചത്, എന്നിട്ടിപ്പോ അവൾ സുഖിച്ച് ജീവിക്കുക. ജലജ പറഞ്ഞു, വന്ന നാള് മുതൽ അവൾ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഏട്ടത്തി കൂടി അവൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ ആ വീട്ടിലെ പുറമ്പോക്കായേനെ. അല്ല, ഇപ്പോഴും ഞാനും എൻ്റെ മക്കളും പുറമ്പോക്കാണ്. ഇനി നീയും നിന്റെ മരുമോളുമൊക്കെ അവിടെ നിന്ന് പുറത്താകാതിരുന്നാൽ കൊള്ളാം. ജാനകി പറഞ്ഞു, അങ്ങനെ ആരും പുറത്ത് പോണില്ല ജലജയെ, ഏട്ടത്തി ഒന്ന് വരട്ടെ, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പോണത് അവളും അവളുടെ ചേച്ചിയുമായിരിക്കും. അതിനുവേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാമൊക്കോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ജാനകി അങ്ങ് പോയി. അപ്പം പ്ലാൻ സക്സസ് ആയ രീതിയിൽ അഹങ്കാരത്തോടു കൂടി ജലജയെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണേ. ദേവയാനിയെ ബെഡിലോട്ട് കിടത്തി. അപ്പം ദേവയാനി പറഞ്ഞു, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അപ്പം ജാനകി പറയുകയാണ്, അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ജലജ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോകാലോ. ദേവയാനി പറഞ്ഞു, വയറ്റിനകത്ത് എന്തോ ഉരുണ്ട് കയറ്റവും ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്, ഗ്യാസ് കയറിയതുപോലെ. മരുന്നിന്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല വേദനയുണ്ട്. എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല. ജാനകി പറഞ്ഞു, അത് ആർക്കും ഇഷ്ടമല്ലല്ലോ ഏട്ടത്തി, പിന്നെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജലജ പറയുകയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലേക്ക് പോകാത്തതാ നല്ലത് അല്ലേ? ദേവയാനി ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ജാനകി പറയുകയാണ്, എന്തിനാ വെറുതെ മുറിയിലേക്ക് ഏട്ടത്തെ കൊണ്ടുവന്ന ഉടനെ തന്നെ ഏട്ടത്തിയുടെ മനസ്സിലാക്കാൻ നോക്കുന്നത്? എന്താ ജലജെ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ജലജ പറയുകയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടത്തി ഇവിടെ വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും ഏട്ടത്തി പറയുന്നത് അനുസരിക്കാൻ ആദർശന് കഴിയുന്നുണ്ടോ? ഇവിടെ നിൽക്കുമ്പോഴും അവന്റെ മനസ്സങ്ങ് വീട്ടില്ല. അതുകൊണ്ടാ ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടുനിൽക്കുന്നത്. ജാനകി അതങ്ങ് ശരിവെച്ചു കേട്ടോ. അത് ശരിയാ ദേവയാനി, ആദർശൻ എപ്പോഴും അവന്റെ ഭാര്യ കാണണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം വീണ്ടും ജലജ പറയുകയാണേ, ഇപ്പൊ തന്നെ നമ്മൾ ഇതൊക്കെ പറയുന്നത് ഏട്ടത്തി ചൂട് പിടിപ്പിക്കാനാണെന്ന് ഏട്ടത്തി കരുതുന്നുണ്ടാകും. ഇപ്പൊ തന്നെ അവൾ ഏത് റൂമിലാണ് കിടക്കുന്നതെന്ന് ഏട്ടത്തിക്ക് അറിയാമോ? ഏട്ടത്തിയുടെ മോനെ ഒന്ന് വിളിച്ച് ചോദിക്കേ. ജാനകി പറഞ്ഞു, ഏട്ടത്തി ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ 2 ആളും ഒരു മുറിയിലാണ് കിടക്കുന്നതെന്നാ പറയുന്നത്.
ദേവയാനി പറഞ്ഞു, ഹേയ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. അപ്പൊ ജലജ പറഞ്ഞു, ഏട്ടത്തിയുടെ വിശ്വാസം അതാണെങ്കിൽ പിന്നെ ഞങ്ങൾ തിരുത്താനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും ഇപ്പം അവര് രണ്ടാളും രണ്ട് മുറിയിലല്ല, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജാനകി എന്ന് നിസ്സഹായാവസ്ഥയോടുകൂടി ദേവയാനി ജാനകിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ജാനകി പറയുകയാണ്, ഏട്ടത്തിയോട് ഇത് പറയണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് സത്യം മൂടി വെക്കാൻ ശ്രമിക്കുന്നില്ല. അവര് രണ്ടാളും ഒരു മുറിയിലാണെന്ന് അഭി കുറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞു. അപ്പൊ ദേവയാനി പറയുകയാണ്, അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവളെപ്പോലെ തന്നെയാണ് അവനും, ചില നേരത്തെ കളവ് പറയും. അപ്പൊ ജലജ പറഞ്ഞു, അയ്യോ, എന്നാ ഞാനിനി ഒന്നും പറയുന്നില്ല. ദേവയാനി പറഞ്ഞു, നീ ആ മൊബൈൽ എടുത്തിട്ട് ആദർശിനെ ഒന്ന് വിളിച്ചു തന്നേ. അപ്പൊ ജലജ ചോദിച്ചു, എന്തിനാ ഏട്ടത്തി? ഇപ്പൊ തന്നെ എനിക്ക് അവനോട് സംസാരിക്കണം, അവൻ എന്നോട് സത്യം പറയുമെന്ന് നോക്കണം. ജാനകി പറഞ്ഞു, മാല ഇട്ടേക്കല്ലേ ഏട്ടത്തി, ഇനിയിപ്പൊ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തന്നെയല്ലേ ബാധിക്കാൻ പോണത്. അപ്പൊ ദേവയാനി പറഞ്ഞു, അവനെ അല്ല, എന്നെയാണ് ബാധിക്കാൻ പോണത്. അത് തന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജലജ പറഞ്ഞു, അത് ശരിയാ, ഏട്ടത്തി ഇപ്പോൾ അഭിയെ കുറ്റപ്പെടുത്തി. ഉള്ളത് പറയാലോ, മലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷം അവൻ ഭയഭക്തിയോട് കൂടിയാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു നേരം പോലും നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്തവൻ ഇപ്പോൾ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം തന്നെ കഴിക്കുന്നത്. ആ സ്ഥാനത്താ എല്ലാരും മാതൃകയായി കാണുന്ന ഒരുത്തൻ വേറൊരുത്തിക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്നത്. അപ്പൊ ദേവയാനി പറഞ്ഞു, കൂടുതൽ സംസാരിക്കാതെ നീ ഒന്ന് ഡയൽ ചെയ്ത് താ. ജലജ പറഞ്ഞു, നീ ഒന്ന് ഫോൺ എടുത്ത് കൊടുക്ക്. അങ്ങനെ ജാനകി ഫോൺ എടുക്കാൻ പോയി. അപ്പം ജലജ വന്ന് ദേവയാനിയുടെ പറയാണ്, എന്ത് ചെയ്യാനാണ് ഏട്ടത്തി, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് അമ്മയെന്നോ അച്ഛനെന്നോ ഒന്നുമില്ല. ഇന്നലെ കയറി വന്നവൾമാർ മാത്രം മതി, അവർക്ക് വേണ്ടിയേ ആരെ വേണമെങ്കിലും അവർ കൊല്ലും. പിന്നെ കാണിക്കുന്ന നമ്മളുടെ നയനയെ ആദർശിനെയാണ് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തന്നെ കിടക്കുകയാണ്. അപ്പം നയന ചോദിച്ചു, എന്താ ഉറക്കം വരുന്നില്ലേ? അപ്പം ആദർശ് പറഞ്ഞു, ഇല്ല, ഉറക്കം വരുന്നില്ല. അപ്പം നയന ചോദിച്ചു, ഞാൻ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുമെന്നാണല്ലോ പറഞ്ഞത്. ആദർശ് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എന്താന്നറിയില്ല, നീയുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ തോന്നുക. നയന പറഞ്ഞു, അതെ, നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, കിടന്നുറങ്ങാൻ നോക്ക്. ആദർശ് ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തത്? അപ്പൊ നയന പറയുകയാണേ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എനിക്കും ഉറക്കം കുറവാ. ആദർശ് പറഞ്ഞതേ, നന്നായിട്ട് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിനക്ക് നല്ല വിളർച്ചയുണ്ടെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പം പറഞ്ഞതല്ലേ. അപ്പം ആദർശിന്റെ ഫോൺ റിങ് ചെയ്തു കേട്ടോ. അപ്പൊ ആദർശ്, ഈ സമയത്ത് ആരാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അമ്മയാ എന്ന് പറഞ്ഞു. അപ്പം നയന പറഞ്ഞു, ഈ സമയത്ത് എന്തിനാ അമ്മ വിളിക്കുന്നത്, എടുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഫോൺ എടുത്തപ്പോഴത്തേക്ക് ദേവയാനി ചോദിച്ചു, നീ ഇപ്പൊ എവിടെയാ? അപ്പൊ ആദർശ് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട് അമ്മേ. അമ്മയെ ICUവിൽ നിന്ന് മാറ്റിയോ? ദേവയാനി പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ എവിടെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ ആദർശ് പറഞ്ഞു, ഞാൻ എൻ്റെ മുറിയിലുണ്ടമ്മേ. അപ്പം ദേവയാനി ചോദിച്ചു, നീ ഒറ്റയ്ക്കേ ഉള്ളുവോ? അപ്പൊ ആദർശ് അത് എന്ന് പറഞ്ഞ് ഒന്ന് ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ദേവയാനി പറയുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മുറിക്കകത്ത് ആരും ഇല്ലെങ്കിൽ അത് ഇല്ലാന്ന് പെട്ടെന്ന് പറഞ്ഞൂടെ നിനക്ക്? നീ സ്വാമിയാണ്, ഈ സമയത്ത് നീ കള്ളം പറയരുത്. അപ്പം ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ, നയനയ്ക്ക് നല്ല തളർച്ചയുണ്ട്, പിന്നെ എനിക്കുമുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ. തണുപ്പായതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മുത്തശ്ശനാ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരെയും ഒരു മുറിയിൽ കിടന്നോളാൻ. അവൾ താഴെയാ കിടക്കുന്നത്. ദേവേനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണെ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? 41 ദിവസവും രണ്ടാളും രണ്ട് മുറിയിൽ കിടക്കണമെന്നല്ലേ? ആദർശ് അമ്മേ എന്ന് വിളിച്ചു കേട്ടോ. അപ്പം ദേവേനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അപ്പം നാളെ ഞാൻ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.